വലിയ പോലത്തെ ഒരു എലമെൻറ്റ് ഇത് നമ്മൾ BMW 7 സീരീസിലെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ചൈനീസ് വാഹനമായതുകൊണ്ട് തന്നെ അത്രയ്ക്കും വലിയ പെയിൻ ക്വാളിറ്റി ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാം അതായത് അത്ര ചീപ്പ് വണ്ടിയൊന്നുമല്ല, വണ്ടി നല്ല എക്സ്പെൻസീവ് ആണ്. നമസ്കാരം, ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ബ്രാൻഡാണ്. പുതിയൊരു ബ്രാൻഡല്ല, ശരിക്കും അധികം പരിചയമില്ലാത്തൊരു ബ്രാൻഡാണെന്ന് വേണം പറയാൻ. ഒരു പഴയ ബ്രാൻഡ് തന്നെയാണ്. 1958 മുതലുള്ള ഒരു ബ്രാൻഡാണ്. ചൈനയിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറേഴ്സായ FAWൻ്റെ ഹോങ്കി എന്ന ബ്രാൻഡാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹോങ്കിയുടെ തന്നെ H9 എന്നൊരു ലക്ഷറി സെഡാൻ ഉണ്ട്. ആ ഒരു സെഡാൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ശരിക്കും ഒരു ചൈനീസ് റോൾസ് റോയ്സ് എന്നെല്ലാം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഏകദേശം ആ ഒരു ലുക്കിലുള്ള ഒരു വാഹനമാണ്. എൻ്റെ പിന്നിലിപ്പോൾ കാണുന്നത് ഹോങ്കിയുടെ പല മോഡൽസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു H9 എന്ന സെഡാൻ്റെ, ആ ഒരു ലക്ഷറി സെഡാൻ്റെ വിശേഷങ്ങൾ അറിയാം. ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 2023 ഹോങ്കി H9 എന്ന ലക്ഷറി സെഡാൻ. ശരിക്കും റോൾസ് റോയ്സിൻ്റെ ചെറിയ രൂപസാദൃശ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ കാര്യം ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. ആ ഒരു ഗ്രില്ല് പക്ഷേ ഈ ഹോങ്കിയുടെ 1958 മുതലുള്ള കമ്പനിയാണ്. നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ 1958 മുതൽ ഇതേ ഹോങ്കിയുടെ പല വാഹനങ്ങളിലും ഇതേപോലെ വലിയൊരു ഗ്രില്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ റോൾസ് റോയ്സിൻ്റെ കോപ്പി അടിച്ചു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ ഒരു ഗ്രില്ല് തന്നെയാണ്. പിന്നെ ഇവരുടെ വലിയൊരു ലോഗോ കാണാം. ഒരു റെഡ് ലൈനുള്ള ഒരു ലോഗോയാണ് ഇവരുടെ ഹോങ്കിയുടെ ഒരു ലോഗോയായിട്ട് ഈ വാഹനത്തിലുള്ളത്. അതുപോലെ ഇവിടെയും ചെറിയൊരു ലോഗോ കൊടുത്തിരിക്കുന്നതാണ്. ഇത് ശരിക്കും നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനാണ്. സ്റ്റിയറിങ്ങിൻ്റെ മധ്യഭാഗത്താണെങ്കിലും അതേ ഒരു ലോഗോ തന്നെയാണ് ഉള്ളത്. ഒരു 3-4 ടൈപ്പ് ലോഗോ ഈ ഒരു വണ്ടിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് H9 എന്ന വണ്ടി. ഈ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഹോങ്കി എന്നുള്ള കമ്പനിയെക്കുറിച്ച് കുറച്ചും കൂടെ പറയാനുണ്ട്. കാരണം 1958 തുടങ്ങിയ ഒരു കമ്പനിയാണ്. അത് ഓൾമോസ്റ്റ് ഒരു 1980s വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മിഡ് 1990s ഇതിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഹോങ്കി. അന്ന് ചൈനയിലുള്ള ഗവൺമെൻറ് ഹൈ റാങ്ക്ഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെല്ലാം ഉപയോഗിക്കാൻ കൊടുത്തിരുന്നത് ഈ ഹോങ്കിയുടെ കാറുകളാണ്. അപ്പോൾ അവിടുത്തെ വലിയൊരു ലക്ഷറി ബ്രാൻഡ് തന്നെയായിരുന്നു ഹോങ്കി എന്നോണം പറയാൻ. ഇതിപ്പോൾ ദുബായിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചധികം വർഷങ്ങളായി. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ടാണ് നമ്മൾ ഈ വാഹനങ്ങൾ അധികം റോഡിൽ കണ്ടു തുടങ്ങിയത്. കാരണം ഈ ഒരു റോഡ് പ്രസൻസും അല്ലെങ്കിൽ ആ ഒരു ലുക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം കണ്ണിൽപ്പെടുക ഈ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ്. ഗ്രില്ലിൻ്റെ ഡിസൈൻ മനോഹരമായിട്ടുണ്ട്. ഈ എലമെൻറ്റിൻ്റെ എല്ലാം ഒരു ഡിസൈൻ കണ്ടോ, നല്ല രസമല്ലേ? ഒരു ഡയമണ്ട് സ്റ്റട്ട് ഇടയിൽ നിൽക്കണ പോലെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലക്ഷറി സെഡാനാണ്. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറ അല്ലെങ്കിൽ പല സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം അല്ലെങ്കിൽ മറ്റ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിലുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഹോങ്കിയുടെ ആ ഒരു ലോഗോ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ലൈനാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു റെഡ് കളർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റോൾസ് റോയ്സിൻ്റെ ചെറിയൊരു കട്ട് പറയാം. കാരണം ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനാണ്. ഹെഡ് ലാമ്പിൻ്റെ അടിയിലായിട്ടാണെങ്കിലും DRL കൊടുത്തിരിക്കുന്നു. 2 പ്രൊജക്ടർ യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൊജക്ടർ ലൈറ്റ്സ് കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു എയർ കർട്ടൻ പോലെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ക്രോം ഇൻസേർട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു DRL പോകുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പക്ഷേ ആ ഒരു DRL തെളിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വളരെ രസമാണ്. ബമ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണെങ്കിലും ക്രോം എലമെൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ശരിക്കും ഒരു ലക്ഷറി ലുക്ക് തന്നെ നൽകുന്നതിനായിട്ട് ഈ പല ക്രോം എലമെൻറ്റ്സും ഈ വാഹനത്തിനെ ശരിക്കും സഹായിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇത് പിന്നെ 2 കളറിലാണ്, അതായത് ഡ്യുവൽ ടോൺ കളറിലുള്ള വാഹനമാണ്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും നമ്മൾ മേബാക്ക് പോലുള്ള വാഹനങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ ആ ഒരു കോമ്പിനേഷനിലേക്ക് ഈ വാഹനത്തിന് മാറ്റിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവും. കാരണം വളരെ വലിപ്പത്തിലുള്ളൊരു വാഹനമാണ്. ഞാൻ റോഡ് പ്രസൻസ് എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. വലിയൊരു വാഹനമാണ്, വലിയൊരു ലക്ഷറി സെഡാനാണ്. ഈ ബോണറ്റിന് തന്നെ നല്ല നീളമുണ്ട്.
അതുപോലെ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു എലമെൻറ്റ് കണ്ടോ, ഒരു എന്താ പറയുക, ഒരു എല്ല് പോലത്തെ ഒരു എലമെൻറ്റ്. ഇത് നമ്മൾ BMW 7 സീരീസിലെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു എലമെൻറ്റാണ് ഈ വാഹനത്തിലുള്ളത്. അങ്ങനെ പല വാഹനങ്ങളുടെ ഒരു റിസംബ്ലൻസ് നമുക്ക് അവിടെ ഇവിടെ കാണാം. പക്ഷേ ഇത് മൊത്തത്തിലൊരു അടിപൊളി വാഹനം തന്നെയാണ്. ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെൻഡറിൽ V6 ടർബോ എന്നുള്ള പാഡ്ജിങ് കൊടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് 3 ലിറ്റർ V6 ടർബോ ചാർജർ എഞ്ചിനാണ്. 2 എഞ്ചിൻ ഓപ്ഷൻ ഈ വാഹനത്തിന് വരുന്നുണ്ട്. 2 ലിറ്റർ ടർബോ ഉണ്ട്, അതുപോലെ തന്നെ 3 ലിറ്റർ ടർബോയും ഉണ്ട്. വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെക്സ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് 5137 mm ആണ്, വിഡ്ത്ത് 1904 mm, ഹൈറ്റ് 1493 mm ആണ്. വീൽ ബേസ് വന്നിട്ട് 3060 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും സൈഡിൽ നിന്ന് നോക്കിയാലും മനസ്സിലാവും, അത്രയ്ക്കും വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ്. 281 bhp പവർ ഉണ്ട്, 400 Nm ആണ് അതിൻ്റെ ടോർക്ക്. ടയർ സൈസ് വന്നിട്ട് 20 ഇഞ്ചസ് ആണ്. പിന്നെ എഞ്ചിൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ആവറേജ് മൈലേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള മെയിനായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഇതാണ് ദിർഹംസിലുള്ള എമൗണ്ട്. ഇതിനെ ഇൻറ്റു 22 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് കിട്ടും. 22.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രൈസ് കിട്ടും. അതായത് അത്ര ചീപ്പ് വണ്ടിയൊന്നുമല്ല, വണ്ടി നല്ല എക്സ്പെൻസീവ് ആണ്. ഇനി ഈ ഒരു അലോയ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഡിസൈനാണ്. ശരിക്കും ഒരു ലക്ഷറി ലുക്ക് തോന്നാനായിട്ട് ഈ ഒരു അലോയ് വീൽ മാത്രം മതി, അത്രയ്ക്കും ഒരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. 20 ഇഞ്ചസിൻ്റെ വീലാണ്. ഹോങ്കിയുടെ ആ ഒരു ലോഗോ നമുക്ക് മധ്യഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഭംഗിയിലുള്ള ഒരു ORM കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ക്യാമറാസാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ഈ മിററിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഹീറ്റഡ് മിററാണ്, സാധാരണ വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ വാണിംഗ് ഉണ്ട്. അതുകൂടാതെ ഇതിൽ മെമ്മറി ഫംഗ്ഷനും കൂടെ ഈ ഒരു മിററിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സീറ്റ് മെമ്മറി ഉണ്ട്, സ്റ്റിയറിംഗ് മെമ്മറി ഉണ്ട്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഇതിലും മെമ്മറി കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് ഡ്രൈവറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഡ്രൈവർ 1 2 3 എന്ന് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ 1ൻ്റെ പൊസിഷൻ ഏതാണോ, സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ, സീറ്റിൻ്റെ പൊസിഷൻ, മിററിൻ്റെ പൊസിഷൻ ഏതാണെന്നനുസരിച്ച് ആ ഒരു മെമ്മറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലുള്ളൊരു മിററാണ് ഈ കാണുന്നത്. അത് അടിപൊളി ഒരു ഫീച്ചറാണ്. സാധാരണ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ കാണുന്ന പോലെ ആ ഒരു പോപ്പപ്പ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അനിമേഷൻ എല്ലാം വരും. അടിപൊളിയല്ലേ? അങ്ങനെ ഒരു വെൽക്കം അനിമേഷൻ ഈ വാഹനത്തിനുണ്ട്. ബാക്കി നമുക്ക് കൂടുതലായിട്ട് അകത്ത് കയറുമ്പോൾ പറയാം. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വിൻഡോ ലൈൻസിലെല്ലാം ക്രോം എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ വലിപ്പത്തിലുള്ളൊരു പനോരമിക് സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചൈനീസ് വാഹനമായതുകൊണ്ട് തന്നെ അത്രയ്ക്കും വലിയ പെയിൻറ്റ് ക്വാളിറ്റി ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാം വൈറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ PDA ചെയ്യുമ്പോൾ റെഡി ആവുമായിരിക്കും. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ഷാർപ്പിൻ ആൻറ്റിന പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിൻ ആൻറ്റിനയാണ് എങ്കിലും അതിൻ്റെ ഡിസൈന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡീഫോക്കർ ലൈൻസ് എല്ലാം ഉണ്ട്. റിയർ ഡിസൈൻ അത്ര മനോഹരം എന്ന് പറയാനില്ല. കാരണം വളരെ വലുപ്പത്തിലുള്ള ഒരു കണക്റ്റഡ് ടൈൽ ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പണ്ട് നാട്ടിൽ MG ഹെക്ടർ ഇറങ്ങിയപ്പോൾ ആ ഒരു കണക്റ്റഡ് ലൈറ്റ് കൊടുത്ത പോലെ അത് ഇച്ചിരി വൃത്തികേടാണ്. സൈഡിലുള്ള ലൈറ്റ് മാത്രമാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇത് കണക്റ്റഡ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ H9 എന്ന ബാഡ്ജിങ് കാണാം. 50 TD എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം ചൈനീസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹോങ്കി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹോങ്കി എന്ന് പറഞ്ഞാൽ റെഡ് ഫ്ലാഗ് എന്നാണ് ചൈനീസിൽ അർത്ഥം. അതായത് ചുവന്ന പതാക. ബമ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ആ ഒരു ഭാഗത്ത് നമുക്ക് ക്യാമറ കാണാൻ സാധിക്കും. ആ ഒരു കണക്റ്റഡ് ലാമ്പിൻ്റെ നടുക്കായിട്ട്. അതുപോലെ 2 എക്സോസ് പൈപ്പുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അവിടെയായിട്ടും റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബൂട്ട് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൂട്ട് സ്പേസാണ്. പക്ഷേ ഇത്രയും ഒരു പോർഷൻ ഭയങ്കര ഹൈറ്റ് കുറവായിട്ട് തോന്നി. കാരണം ഇപ്പോൾ നമ്മളെന്തെങ്കിലും വലിയ സാധനങ്ങൾ ഒരു വലിയ പെട്ടിയൊക്കെ കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കിടത്തിയിടേണ്ടി വരും. കുറച്ചൊരു പൊക്കത്തിൽ വെക്കാനുള്ളൊരു സൗകര്യമായിട്ട് തോന്നണില്ല. അതുപോലെ ഇത് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലായിട്ടൊരു സ്പെയർ വീല് കാണാൻ സാധിക്കും. ലക്ഷറി വാഹനങ്ങളിൽ സ്പെയർ വീല് കിട്ടണതേ ഭാഗ്യം. വാണിംഗ് ട്രയാങ്കിൾ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. റിയർ സീറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ ലക്ഷറിയാണ് ഈ വാഹനത്തിനകത്ത്. ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറുമായിട്ടുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ക്രോം ഇൻസേർട്ടോട് കൂടിയിട്ടുള്ള ഇന്നർ ഡോർ ഹാൻഡിൽ, ട്വീറ്ററിൻ്റെ പോർഷൻ, സ്പീക്കർ നൽകിയിട്ടുണ്ട്. പിന്നെ ഹോങ്കി എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് ചൈനീസിൽ ഈ ഒരു സിൽ പ്ലേറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിയർ സീറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റിയർ സീറ്റിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ, എന്താ രസമല്ലേ? അടിപൊളി ഒരു ലെതർ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഹീറ്റഡ് ആൻഡ് വെൻറ്റിലേറ്റഡ് ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ മസാജിങ് ഫീച്ചർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു റിയർ സീറ്റാണ്. ശരിക്കും ലക്ഷറിയസ് ആയിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഹോങ്കി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലോഗോ കാണാം. പിന്നെ പിൻഭാഗത്തെ യാത്രക്കാർക്കായിട്ട് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീനാണ് കേട്ടോ. അതുപോലെ നമുക്ക് AC യുടെ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ആംബിയൻ ലൈറ്റിൻ്റെ പല കൺട്രോൾസും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നെ സൺറൂഫ് തുറക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻസ്, സീറ്റിൻ്റെ കൺട്രോൾസ്, സീറ്റ് മസാജറിൻ്റെ അല്ലെങ്കിൽ സീറ്റിൻ്റെ വെൻറ്റിലേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. അങ്ങനെ കംഫർട്ടബിളായിട്ട് 2 പേർക്ക് അടിപൊളിയായിട്ടിരിക്കാം. മൂന്നാമത് ഒരാളിരിക്കുന്നത് കുറച്ചൊരു ശോകമായിരിക്കും, കാരണം വലിയൊരു സെൻട്രൽ ടണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജിങ് പോയിൻറ്റുകൾ കാണാം. നമുക്ക് സാധാരണ പോലത്തെ ആ ഒരു സോക്കറ്റും അതല്ലെങ്കിൽ USB പോർട്ടുകളും ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതെല്ലാം ഒരു അടിപൊളി ഫീച്ചറാണ്. സാധാരണ ഇങ്ങനത്തെ സെഡാൻ വാഹനങ്ങളൊന്നും ഇത് കാണാത്തതാണ്, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നിൽ 2 AC വെൻസ് കാണാം, നല്ല പ്രീമിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു പനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട്, വളരെ വലിപ്പത്തിലുള്ള ഒരു സൺറൂഫ് കാണാം. പിന്നെ റിയർ സീറ്റ് പാസഞ്ചേഴ്സിനായിട്ട് AC കൊടുത്തിട്ടുണ്ട്, കോട്ട് ഹുക്ക് ഉണ്ട്, ഇവിടെ ആയിട്ട് റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ട്വീറ്ററും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം ലക്ഷറി ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സീറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മുന്നിലേക്ക് കയറിയിരിക്കാം. നമുക്ക് ഈ ഒരു ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ചസ് എല്ലാം നൽകിയിട്ടുണ്ട്, മിറർ കൺട്രോൾസും പവർ വിൻഡോ സ്വിച്ചസ് ഉണ്ട്, ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, സ്പീക്കർ, ട്വീറ്റർ, ഡോർ ലോക്ക് അൺലോക്ക്. പിന്നെ ഈ ഒരു എലമെൻ്റ് എല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഹോങ്കി H9 ഇൻറ്റീരിയർ. അടിപൊളിയാണ്, ശരിക്കും അടിപൊളി തന്നെ വേണം പറയാൻ. അതാണ് ഒറ്റ വാക്കിൽ പറയേണ്ടത്. കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ചൈനീസ് കാറാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വാഹനമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ അല്ല. നല്ലൊരു അടിപൊളി ലുക്കിലേക്കാണ് ഇത് മാറ്റിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ 2 വലിയ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനുകൾ, ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു സ്ക്രീനും ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഇത് 12.5 ഇഞ്ച് വലിപ്പത്തിലുള്ളതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ഒരു ചൈനീസ് കാർ എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടാവുന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതേ കാര്യങ്ങൾ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ സെറ്റിങ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കും. അത്ര ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു സ്ക്രീനാണ് ഈ കൊടുത്തിട്ടുള്ളത്. പുറകുന്ന് ലൈറ്റ് അടിക്കേണ്ടത്, അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഒരു ടാബ്ലറ്റ് ചെരിച്ച് വെച്ചേക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയ്ക്കും വലിപ്പത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതിലും നമുക്ക് വാഹനത്തിൻ്റെ പല പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഡ്രൈവ് ഇൻഫോ ഉണ്ട്, അതുപോലെ കറണ്ട് കൺസംഷൻ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. HUDയുടെ സെറ്റിംഗ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പല കളറിലുള്ള ആംബിയൻ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ 2 സ്ക്രീനുകൾ നമുക്കിപ്പോൾ താക്കോൽ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്ക്രീൻ ബ്ലാക്ക് കളറോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ AC-യുടെ ആ ഒരു കൺട്രോൾസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്, എത്ര ടെമ്പറേച്ചർ എന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റോട്ടറി നോബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയിലുള്ള AC വെൻ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് നിരത്തി പിടിച്ച് ഇങ്ങനെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അതെല്ലാം കാണാൻ. എല്ലാം നല്ല അടുക്കി പറക്കി വെച്ചേക്കണ പോലെ. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കപ്പ് ഹോൾഡറാണ്. 2 കപ്പ് ഹോൾഡറും ഒരു 12 വോൾട്ട് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് റോട്ടറി സ്വിച്ച് ഈ ഒരു സ്ക്രീനിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഒരുപാട് ഫീച്ചറുള്ള വാഹനമാണ്. ഇതിൽ HUD നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെയായിട്ടും ഹോങ്കിയുടെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്താണെങ്കിലും ഹോങ്കിയുടെ ആ ഒരു ലോഗോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലെ ആ ഒരു റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, 12 വോൾട്ട് സോക്കറ്റ്. ഇതൊരു വയർലെസ് ചാർജിങ് പാഡാണ്. നമുക്ക് ഫോൺ ഇവിടെ വെച്ചിട്ട് വയർലെസ് ചാർജ് ചെയ്യാവുന്നതാണ്. നല്ല മനോഹരമായ ലെതർ ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലാണ് P എന്നുള്ള സ്വിച്ച്, അതായത് പാർക്കിൻ്റെ സ്വിച്ച് ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി സേഫ്റ്റി ആൻഡ് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ ഒരുപാട് നാളായി ഒരു പുതിയ വാഹനത്തിൽ പ്രോപ്പർ റൗണ്ട് ഷേപ്പിലൊരു സ്റ്റിയറിംഗ് കണ്ടിട്ട്, അത് ഈ വാഹനത്തിലുണ്ട്. എല്ലാം റൗണ്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, നല്ല രസമുള്ള ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വലിപ്പം കുറച്ച് വലുതാണ്. ഇവിടെ വലിപ്പത്തിലുള്ള ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഓവർ ഹെഡ് കൺസോളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് SOS-ൻ്റെ സ്വിച്ചസ് കാണാം. അതുപോലെ സൺറൂഫിൻ്റെ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ഡിമ്മിംഗ് ഉള്ള ഒരു IRVM ആണ്. ശരിക്കും ഒരു ചൈനീസ് കാർ എന്നല്ല, ഒരു പ്രീമിയം കാറിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമോ അതെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു പോർഷനിലൊന്നും താക്കോലും ഓഫായിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഓണായപ്പോൾ സ്വിച്ചസ് എല്ലാം വന്നതുണ്ടോ, നല്ല രസമല്ലേ ഇതെല്ലാം കാണാൻ. ഡ്രൈവർ സീറ്റ് ആണെങ്കിലും നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കലി നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സീറ്റും മിററും സ്റ്റിയറിങ്ങും കൂടെ നമുക്ക് ചേർത്ത് മെമ്മറി സെറ്റ് ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഈ ഒരു എഞ്ചിൻ റൂം കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ചൈനീസ് വണ്ടിയാണെന്ന് പറയില്ല. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എല്ലാം ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇവിടെ ഒരു ഹോങ്കിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. അല്ലാതെ വേറെ ഒന്നുമില്ല. V6 എഞ്ചിനാണ്, 3 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ബാറ്ററിയുടെ പോർഷൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ വാഷറിൻ്റെ പോർഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. അൺലോക്ക് ചെയ്തപ്പോൾ ലൈറ്റുകളാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു അടിപൊളി ലുക്കാണ്. ശരിക്കും രാത്രിയല്ല ഈ വണ്ടി വരുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ് കാണാം. റിയറിലും ആ ഒരു വെൽക്കം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ?
പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് ആംബിയൻ ലൈറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാഹനത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.